തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വൻ തന്ത്രങ്ങൾ മെനയുകയാണ് കോൺഗ്രസ്. ഘടകകക്ഷികളുമായുള്ള ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കും. കെ മുരളീധരൻ നയിക്കുന്ന പദയാത്ര ഇന്ന് വൈകിട്ട് ആരംഭിക്കും. എല്ലാ വാർഡുകളിലൂടെയും പദയാത്ര സഞ്ചരിക്കും. ഒറ്റക്കെട്ടായി കോൺഗ്രസ് തുടങ്ങുകയാണെന്ന് KS ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചു. PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, ശബരിനാഥനെ മുൻനിർത്തി കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള തന്ത്രങ്ങൾ? ഇനിയും ഏതൊക്കെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു അടിയും പിടിയും ഗ്രൂപ്പിസവും പിന്നെ കാലുവാരലും കാലുമാറലും പാർട്ടി മാറലും ഒക്കെയാണ് കോൺഗ്രസിൻ്റെ പതിവ് രീതികൾ. എന്നാൽ ആ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വരുന്നതിന് മുൻപ് തന്നെ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ, അതും കോർപ്പറേഷനിൽ 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനായി എന്നുള്ളത് വലിയ നേട്ടമാണ്. അതും തർക്കങ്ങളൊന്നുമില്ലാതെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് KSU പ്രതിനിധിയുണ്ട്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധികളുണ്ട്, മഹിളാ കോൺഗ്രസ് പ്രതിനിധികളുണ്ട്, കോൺഗ്രസ് പ്രതിനിധികളുണ്ട്. അങ്ങനെ എല്ലാ വിഭാഗത്തിലും പോഷക സംഘടനയിലും പെട്ട ആളുകളെ നിയോഗിച്ചുകൊണ്ട് 48 പേരുടെ ആദ്യ പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞു. ഇനി CMP, RSP, ലീഗ് തുടങ്ങിയ പാർട്ടികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുകയാണ്. അത് ഇന്നും നാളെയുമായി നടക്കും. അതിനുശേഷം നാളെയും മറ്റന്നാളുമായി ബാക്കി പട്ടിക, അതായത് 101 വാർഡിൽ, കഴിഞ്ഞ തവണ 100 വാർഡിൽ 86 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ 87 ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കി 48 സീറ്റ് കഴിഞ്ഞുള്ള ബാക്കി സീറ്റുകളുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും. KS ശബരിനാഥനാണ് ലീഡ് ചെയ്യുന്നത്. മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നതും ശബരിനാഥനെയാണ്. അപ്പോൾ ഒരു യുവനിരയും അതുപോലെ തന്നെ സ്ത്രീപക്ഷ സ്ഥാനാർത്ഥികളും കൂടുതലുള്ളതാണ്. അപ്പോൾ ആ ഒരു നിരയെ നയിക്കാൻ KS ശബരിനാഥന് കഴിയും. അത് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ അത് ചെയ്തിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന പട്ടികയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ്റെ പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീണ എസ് നായരോട് മത്സരിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ വീണ എസ് നായർ ഉണ്ടോ എന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. നിലവിൽ പട്ടികയിൽ പ്രഖ്യാപിച്ചവരെല്ലാം തന്നെ ഇതിനോടകം വീടുകൾ കയറി തുടങ്ങിയുള്ള പ്രചരണത്തിനും തുടക്കമായിട്ടുണ്ട്.